വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ മാർക്കറ്റിലേക്ക് ഈ തോമസിന് പണം കൊടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അതേസമയം അവിടെ മാർക്കറ്റിൽ ആണെങ്കിൽ ഈ തോമസിൻ്റെ മകനാണ് അവിടെ നിൽക്കുന്നത്. ഗുണ്ടാപ്പിരിയും കാര്യങ്ങളൊക്കെയുള്ള കൂട്ടത്തിലാണ് ഈ മകനാണെങ്കിൽ. തോമസ് എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ മകൻ തീരെ മോശം തന്നെയാണ്. കുറേ കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അന്നേരം മാർക്കറ്റിലെ ഈ ചരക്ക് കൊടുക്കുന്നതും വിൽപ്പനയും വാങ്ങലും ഒക്കെ ഈ തോമസിൻ്റെ ഇടപാടിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ മകൻ സെബാനും കൂടിയാണ് നടത്തുന്നത്. അന്നേരം പൈസ ഇല്ലാത്ത ഒരാളിന് ചരക്ക് കൊടുക്കാനായിട്ട് ഈ സെബാനായിട്ട് തയ്യാറാകുന്നുമില്ല. അന്നേരം സെബാൻ്റെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. അന്നേരം കാശ് കൊടുക്കണ്ട, അച്ഛൻ കുറേ വെച്ചുകൊണ്ടിരുന്നതാണ്, അങ്ങനെ ആർക്കും കൊടുക്കുകയൊന്നും വേണ്ട, പഴയ പാവത്വമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സെബാനാണ് മകനാണ് നോക്കി നടത്തുന്നതെന്ന് പറഞ്ഞാൽ മതി, ചരക്കൊന്നും ഇടണ്ടെന്നൊക്കെ ഈ കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്. അന്നേരമായിട്ട് ഈ ഒരു ജീപ്പ് വരികയാണ്. വിഷ്ണുവിൻ്റെ ജീപ്പ് വരുമ്പോൾ നമുക്കുള്ള എന്തോ പണിയാണെന്ന് തോന്നുന്നു, ഈ പിള്ളേരെയൊക്കെ വിളിച്ചോ എന്നൊക്കെ ഈ സെബാനാണെങ്കിൽ ഈ കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ച് കുറേ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ സെബാന് ചുറ്റും വന്നൊക്കെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. എന്നിട്ട് അവിടെയുള്ള ബാക്കി എല്ലാവരുടെ അടുത്ത് നമസ്കാരമൊക്കെ പറയുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ. എന്നിട്ട് ഈ സെബാനോടും പറയുന്നുണ്ട്, നമസ്കാരം എന്ന് പറയുകയാണ്. ഞാനാണെങ്കിൽ പിന്നെ തോമസ് ചേട്ടനെ തിരക്കി വന്നതാണ് എന്ന് പറയുകയാണ്. അന്നേരം അത് അച്ഛനാണെങ്കിൽ ഇപ്പോൾ കട്ടൻ ചുക്കാതിയൊക്കെ ആയിട്ട് വീട്ടിൽ ചികിത്സയിലാണ്. അച്ഛനെ കാണാൻ സമയം എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഞാനാണെങ്കിലേ കുറച്ച് പൈസ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് മുന്നേ ഈ ഗുണ്ടകളൊക്കെ കാണുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇവന്മാരെ കണ്ടിട്ട് അങ്ങോട്ട് കൈ അടങ്ങിയിരിക്കുന്നില്ലല്ലോ, എവിടെന്നെങ്കിലും വാങ്ങിച്ച് കൂട്ടിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം എത്രയാണ് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ മതിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ സെബാൻ. അന്നേരം അച്ഛൻ കൊട്ടൻ ചുക്കാതിയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ മകനായാലും മതി എന്ന് പറയുകയാണ്. അന്നേരം 3 എന്ന് പറയുമ്പോൾ എന്നാലും ഞാൻ എടുക്ക് എന്നിങ്ങനെ ഈ സെബാൻ പറയുകയാണ്. അന്നേരം ഞാൻ കടം വാങ്ങിച്ച കാശ് കൊണ്ടുവന്നതല്ല, കടം ചോദിച്ച പൈസ കൊണ്ടുവന്നതാണ്, അപ്പോൾ അതിന് ചില മര്യാദകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ചെക്ക് ലീഫ് എടുക്കുന്നുണ്ട്. നേരത്തെ തോമസ് ചേട്ടനാണെങ്കിൽ ചെക്ക് ലീഫ് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഇത് വേറെ ഒന്നാണ്, ഇതിലൊന്ന് ഒപ്പിടണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഒപ്പിട്ടാൽ മതി എന്ന് പറയുമ്പോൾ അച്ഛൻ വരാൻ താമസിക്കുമല്ലോ, അതുകൊണ്ട് മകനായാലും മതി എന്ന് പറയുമ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ സെബാനാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കാശ് കൊടുക്കുകയാണ്. കാശ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് പലിശയുടെ കാര്യമൊക്കെ കറക്റ്റ് അറിയാമല്ലോ, ഇത് 2-ാം തീയതിയാണ് പൈസ തരുന്നത്, അടുത്ത മാസം 2-ാം തീയതി കറക്റ്റ് പലിശ തന്നില്ല എന്നുണ്ടെങ്കിൽ 3-ാം തീയതി ഞാനിവിടെ ഉണ്ടാകും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം സെബാൻ കളിയാക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ പണിയിക്കാനാണോ, ഇവിടെ അത്രയ്ക്ക് പണിയൊന്നുമില്ല, ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയല്ല എന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം പണി പഠിപ്പിക്കാനാണ് ഞാൻ വരുന്നത്, അത് അച്ഛനോട് ചോദിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ വേറെ ആരുടെയും ചോദിച്ചാൽ മതി, ഇടിവള വിഷ്ണു ആരാണെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനന്മാരൊക്കെ തല്ലണമെന്നുണ്ട്. പക്ഷേ വിഷ്ണു സ്വയം അങ്ങോട്ട് നിയന്ത്രിച്ചിട്ട് അപ്പോൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കാശും കൊടുത്തിട്ട് തിരിയുകയാണ്. അപ്പോൾ ഈ സെബാനാണെങ്കിൽ പിറകെ ചെന്നിങ്ങനെ തോളി പിടിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ, ചേട്ടൻ്റെ വീരസാഹസികതകൾ ഇവന്മാർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് അവരോടും പറയുന്നുണ്ട്, ചേട്ടനെ നല്ലോണം പഠിപ്പിച്ച് വിട്ടാൽ മതിയെന്ന്. അന്നേരം വിഷ്ണു മുന്നും പിന്നെ ഒന്നും നോക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണു അവന്മാരും തമ്മിൽ നല്ലൊരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വിഷ്ണുവിനെ സെബാൻ തല്ലുന്നുണ്ട്. 2-3 തവണ സെബാൻ തല്ലുകയാണ്. അന്നേരം വിഷ്ണുവിനെ ആകെ കൺട്രോൾ പോവുകയാണ്. തുടർന്ന് സെബാനെയും തല്ലുന്നുണ്ട്. എല്ലാവരെയും പറക്കിയിട്ട് വിഷ്ണു അടിക്കുകയാണ്. അന്നേരം ഇത് കണ്ടുകൊണ്ട് കുറേ പേരൊക്കെ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടുകയാണ്. അന്നേരം ഒരാൾ ഓടിയും ചോദിക്കുന്നുണ്ട്, ആരാ ആ സെബാനായിട്ട് തല്ലുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് നമ്മുടെ വിഷ്ണു ആണ്, സത്യഭാമയുടെ മകൻ വിഷ്ണു, ഇടിവള വിഷ്ണു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ സെബാൻ അല്ലെങ്കിലും കുറച്ച് കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ്, തോമസ് ചേട്ടനെ അവൻ ചില്ലറയൊന്നും അല്ലേട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന് പറയുകയാണ്. അതിന് മുന്നേ സെബാനെ കാണുമ്പോൾ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്, ഇത്രയും നല്ല മനുഷ്യനായ തോമസ് ചേട്ടൻ ഇവൻ എങ്ങനെ വന്ന് പറന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അവസാനം വിഷ്ണു ആണെങ്കിൽ ഇടിവള ഊരി ഇയാളെ തല്ലുന്നുണ്ട്. അന്നേരം ഒന്നൊക്കെ നോക്കി ഇങ്ങനെ രക്തമൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ തോമസ് ചേട്ടൻ എവിടെ നിന്ന് ഓടിക്കൊണ്ട് വന്ന് വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ്. വേണ്ട, വിഷ്ണു ആളറിയാതെ ആയതുകൊണ്ടാണ്, അവൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു കുരുത്തക്കേടാണെന്ന് പറയുമ്പോഴും വിഷ്ണുവിൻ്റെ കലി അവസാനിക്കുന്നില്ല. വിഷ്ണു വീണ്ടും ഈ സബാനെ അങ്ങോട്ട് തല്ലുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ എനിക്കങ്ങോട്ട് അടങ്ങുന്നില്ല എന്ന് പറഞ്ഞ് തല്ലുകയാണ്. അവസാനം പറയുന്നുണ്ട്, ഇല്ല തോമസ് ചേട്ടാ, ഇനി ഞാൻ ഇവനെ തല്ലുന്നില്ല, ഇവനിത് ചോദിച്ച് മേടിച്ചതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പിന്നെ ഒന്നുകിൽ ഇവൻ എൻ്റെ തല്ലുകൊണ്ട് നന്നാവും, അല്ലാന്നുണ്ടെങ്കിൽ ആടിനെയും മാടിനെയും കയറ്റി വിടുന്ന കൂട്ടത്തിൽ ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം, അല്ലെങ്കിൽ വരുന്നവനും പോണവനും ഒക്കെ ഇവനെ കയറി തല്ലും, ഒരു ചെണ്ടയായി മാറും എന്ന് പറയുകയാണ്. എന്നിട്ട് തോമസ് ചേട്ടനോട് ശരി എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ
സെബാനോട് പറയുന്നുണ്ട് ഇനി നമ്മൾ തമ്മിലാണ് ഡീല്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 3-ാം തീയതി എന്നെ ഇവിടെ വരുത്തിക്കല്ല്, 2-ാം തീയതി എല്ലാം കറക്റ്റ് ആയിരിക്കണം, നീ എനിക്ക് പണി തരണ്ട, പണി ഞാൻ അങ്ങോട്ട് തരും എന്ന് പറഞ്ഞിട്ട് കെട്ടോടാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും സെബാന വിഷ്ണുവിന് തല്ലണമെന്നുണ്ട്. പക്ഷെ ഒരുവിധം അടങ്ങി വിഷ്ണു ഇങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. എന്നിട്ട് എല്ലാവരോടും പോയി പറഞ്ഞേക്ക പഴയ വിഷ്ണു തിരികെ വന്നു എന്ന്, സത്യഭാമയുടെ മകൻ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ വിഷ്ണു വണ്ടി എടുത്ത് പോവുകയാണ്. എന്നിട്ട് സെബാന ആണെങ്കിൽ ആകെ തല്ലുകൊണ്ട് ഇങ്ങനെ ആവശ്യനായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് തോമസ് ചോദിക്കുന്നുണ്ട് എന്തിനാടാ ഈ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നതെന്നും പറഞ്ഞിട്ട് അയാളും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇതേസമയം ഗോപാലകൃഷ്ണനാണെങ്കിൽ വിജയലക്ഷ്മിയുടെ രാജീവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്നും ഗോപാലകൃഷ്ണൻ കുടയൊക്കെ പിടിച്ചിങ്ങനെ, മഴയാണ്, കുടയൊക്കെ പിടിച്ചിറങ്ങുന്നത് കണ്ടിട്ട് പിന്നെ കുട്ടിക്കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ പിന്നെ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് ഒരു വിരുന്നുകാരൻ കൂടി ഉണ്ടെന്ന്. അന്നേരം വിജയലക്ഷ്മി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഞാനിവിടെ കയറി താമസിക്കാൻ വന്നതൊന്നുമല്ല, 1-2 കാര്യം ചോദിക്കണം, എന്നിട്ട് പോകണം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്തിനാ പെണ്ണിൻ്റെ അച്ഛൻ ഇവിടെ കയറി താമസിക്കുന്നത്, രാജീവ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് പെണ്ണിനെയല്ലേ, അല്ലാതെ അച്ഛനെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അവളെന്താ ഇവിടെ നിൽക്കാത്തത് എന്നിങ്ങനെ വീണ്ടും വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അവളെ വിവാഹം കഴിച്ചു വിട്ടത് വീട്ടിലേക്കല്ലേ, പക്ഷെ ഞങ്ങൾക്ക് അവളെ കിട്ടിയത് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നല്ലേ, അതിനുള്ള സമാധാനം നിങ്ങൾ പറയേണ്ടി വരും എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് മനോരോഗമുള്ളവർ തന്നെയാണ്, അത് പിന്നെ സാധാ രീതിക്കല്ലല്ലോ, പിന്നെ അതിക്രമവും തുടങ്ങി, ദേഹോപദ്രവവും തുടങ്ങി, കണ്ടില്ലേ എൻ്റെ കൈത്തണ്ടയൊക്കെ കടിച്ചു മുറിച്ചു, അന്നേ ഒരു ടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്, പിന്നെ അതിനൊന്നും സാധിച്ചില്ല, ഇപ്പോൾ ഒരു ജലദോഷമോ പനിയോ വന്നാൽ തന്നെ പേടിയാണ്, പല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം ഈ പിന്നെ സഹോദരനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, രാജുവിൻ്റെ അമ്മാവൻ ചോദിക്കുന്നുണ്ട് അന്നേ നിന്നോട് ഞാൻ ഡെറ്റോൾ ഒഴിച്ച് കഴുകാൻ പറഞ്ഞതല്ലേ, പട്ടി കടിച്ചാലും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അന്നേരം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. എന്നിട്ടും വിജയലക്ഷ്മി ആകപ്പാടെ ദേഷ്യത്തിൽ തന്നെയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഈ രാജീവിന് ഇങ്ങോട്ടത്തേക്ക് വരാനായിട്ട് വല്ല ഉദ്ദേശമുണ്ടോ. അന്നേരം അവൻ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയല്ലേ, ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ വന്ന് നിന്നിട്ട് എന്തോ കാര്യം, ഇവിടെ വന്നാൽ അത് കുറച്ച് ദിവസം കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഉണ്ടായി കൊണ്ടുവരുമായിരിക്കും, പിന്നെ ഒന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് അവൻ ജോലി സമാധാനമായിട്ട് അവിടെ തന്നെ നിന്നോട്ടെ, അവളാണെങ്കിൽ അവിടെയല്ലേ നിൽക്കുകയുള്ളൂ, രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാലം അങ്ങോട്ട് കഴിച്ചു പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. കളിയാക്കിയാണ് വിജയലക്ഷ്മി സംസാരിക്കുന്നത്. അന്നേരം പിന്നെ ചേട്ടനൊന്നും പറയാനില്ലേ എന്നിങ്ങനെ കൃഷ്ണൻകുട്ടിയെയും തട്ടിക്കൊണ്ട് വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം നിങ്ങളുടെ മകൾക്കാണെങ്കിലേ ഒരു പിന്നെ ഇതുമില്ല, എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ ഒരു ശീലം ഒന്നുമില്ല, തനി അഹങ്കാരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അറിവോടുകൂടിയാണോ ഈ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അവൻ ഒപ്പിടാതെ അത് അങ്ങോട്ടത്തേക്ക് വരില്ലല്ലോ, അവൻ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തനാണ്, ഭാര്യയെ വേണോ വേണ്ടയോ എന്നുള്ളത് അവനല്ലേ തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ഇവിടെ ഇട്ട് എൻ്റെ മകളെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ പീഡിപ്പിക്കാനായിട്ട് ഇട്ട് തരികയൊന്നുമില്ല, ഞാൻ നിയമത്തിൻ്റെ വഴിയെ തന്നെ പോവുകയാണ്, ഇനി കോടതിയിൽ വെച്ച് കാണാം, അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടത്ത് വന്നത്, മകൻ വിളിക്കുകയാണെങ്കിൽ മകനോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആകെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ഈ അമ്മാവനാണെങ്കിൽ വിജയലക്ഷ്മിയോട് പറയുകയാണ് ഗോപാലകൃഷ്ണൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന്, 2 കൽപ്പിച്ചോ 4 കൽപ്പിച്ചോ ആയിക്കൊള്ളട്ടെ, ഇത് തീരുമാനിച്ചിരിക്കുന്നത് വിജയലക്ഷ്മിയാണ്, എന്തായാലും ഞാൻ അവളെ എന്തായാലും ഈ വീട്ടിനകത്തേക്ക് കയറ്റില്ല എന്നിങ്ങനെ വിജയലക്ഷ്മി തറപ്പിച്ച് പറയുന്നുണ്ട്. ഇതേസമയം അവിടെ കളക്ടറേറ്റിലെ ശാലിനിയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ എന്തോ ചില പ്രശ്നങ്ങളോ ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരികയാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി ചെന്നിട്ട് എന്താ ഇവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ശാലിനി ഒന്ന് കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് അനുപല്ലവി ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അവളുടെ ചേച്ചിയാണ്, എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നിരിക്കുന്നു ചെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അനുപല്ലവി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയി ചോദിച്ചു നോക്കാം, മാഡം അല്പം തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മീറ്റിംഗ് നടന്ന സ്ഥലത്തേക്ക് വന്ന് അനുപല്ലവി എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് തന്നെ കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഡത്തിൻ്റെ ചേച്ചി കാണാനായിട്ട് വന്നിരിക്കുന്നു, എന്തോ ഒരു അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയും, ഇത് കഴിഞ്ഞ് കാണാം എന്നിങ്ങനെ ശാലിനി പറഞ്ഞു വിടുകയാണ് അനുപല്ലവിയെ. അതേസമയം ശാരികയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ അനുപല്ലവി വന്ന് പറയും മാഡം തിരക്കിലാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ശാരികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരും. അപ്പോൾ അവളുടെ സൗകര്യത്തിന് എനിക്ക് കാണാനായിട്ട് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ശാലിനി വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അതിനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ്. അന്നേരത്തേക്കും അവിടെ ശ്യാമയൊക്കെ മാറി താമസിക്കാനുള്ളൊരു
ഇവിടെ നിന്ന് പോകാനുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ അറിയും എന്നുള്ളതാണ്, എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.